ഗർഭം ധരിച്ച പാത്രം. വിജയനഗരത്തിൽ നകുലൻ എന്നൊരു പണക്കാരനുണ്ടായിരുന്നു. അവൻ മറ്റുള്ളവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കായി പാത്രവും പണവും കടമായി നൽകുമായിരുന്നു. അവനൊരു അത്യാഗ്രഹിയായിരുന്നു. പാവപ്പെട്ടവരെ കബളിപ്പിച്ച് പണം വാങ്ങുന്നവൻ. ഒരു തവണ കടം വാങ്ങിയ പാത്രങ്ങൾ തിരികെ കൊടുക്കാനായി ഒരാൾ വന്നു. അപ്പോൾ, ഈ പാത്രങ്ങളൊക്കെ ചളുങ്ങിയിട്ടുണ്ടല്ലോ, ഓരോ പാത്രത്തിനും 5 രൂപ വീതം കൂടുതൽ തരണം. നകുല, ഇതിലൊരു ചെറിയ ബോറലല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇത്ര കൂടുതൽ ചോദിക്കുന്നത്? ഈ പാത്രങ്ങളൊക്കെ നേരേക്കാൻ വേണ്ടിയാണത്. വേഗം ആവട്ടെ. പാത്രത്തിന്റെ വിലയേക്കാൾ അധികമാണ് ഈ ചോദിക്കുന്നത്. ഇതൊട്ടും ശരിയല്ല. ദുഃഖിതരായ എല്ലാവരും തെനാലിരാമനെ സമീപിച്ചു. രാമ, ദയവ് ചെയ്ത് ഞങ്ങളെ നകുലന്റെ അടുത്ത് നിന്ന് രക്ഷിക്കണം. എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ പ്രശ്നമെന്ന് പറയൂ. നകുലൻ ഞങ്ങളെ കബളിപ്പിച്ച് അധിക പണം വാങ്ങുന്നു. വിഷമിക്കാതിരിക്കൂ, അവനെ ഒരു നല്ല പാഠം പഠിപ്പിക്കാം. നകുലനെ ഒരു പാഠം പഠിപ്പിക്കാനായി രാമൻ ഒരു നല്ല ഉപായം കണ്ടിരുന്നു. രാമൻ നകുലന്റെ വീട്ടിലേക്ക് പോയി, ഞങ്ങളുടെ വീട്ടിലൊരു വിശേഷമുണ്ട്, എനിക്ക് 2 പാത്രം കടമായി തരാമോ? ഇതാ, ഈ പാത്രങ്ങൾ എടുത്തോ. 2 ദിവസത്തിനകം തിരിച്ചു തരണം. കൂടെ 10 രൂപയും തരണം. 2 ദിവസം കഴിഞ്ഞ് ആ പാത്രങ്ങൾ തിരികെ കൊടുക്കാനായി രാമൻ നകുലന്റെ വീട്ടിൽ ചെന്നു. കൂടെ 2 ചെറിയ പാത്രങ്ങളും എടുത്തുകൊണ്ടു പോയിരുന്നു. നകുല, ഇതാ നിന്റെ പാത്രവും പണവും. എന്താ ഇത്? എന്തിനാ ഈ ചെറിയ പാത്രങ്ങൾ എനിക്ക് തരുന്നത്? അത് എന്റേതല്ലല്ലോ. നകുല, നീ ഈ പാത്രങ്ങൾ എനിക്ക് തരുമ്പോ അവ ഗർഭം ധരിച്ചിരുന്നു. അവയുടെ കുട്ടികളാണിവ. ചെറിയ പാത്രങ്ങളും നിന്റേത് തന്നെയാ. ഇതും നീ തീർച്ചയായും വാങ്ങിക്കണം. അത്യാഗ്രഹിയായ നകുലൻ ആ പാത്രങ്ങളും സ്വീകരിച്ചു. അവൻ രാമനെ ഒരു വിഡ്ഢിയെന്ന് കരുതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാമൻ വീണ്ടും നകുലന്റെ വീട്ടിലെത്തി. തന്റെ വീട്ടിലെ കല്യാണ ആവശ്യത്തിനായി 20 പാത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാമൻ വന്നതേയില്ല. വിവശനായ നകുലൻ രാമന്റെ വീട്ടിലെത്തി. രാമ, എന്റെ അടുത്തുനിന്ന് വാങ്ങിയ പാത്രങ്ങളൊക്കെ എവിടെ? ഓ, അതോ, നീ തന്ന പാത്രങ്ങളൊക്കെ ഗർഭം ധരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ കുട്ടികളോടൊപ്പം അതൊക്കെ തിരിച്ചു തരണ്ടേ? എന്റെ പാത്രങ്ങൾ എവിടെ? അല്ല നകുല, എല്ലാ പാത്രങ്ങളും പ്രസവത്തിൽ മരിച്ചുപോയി. നകുലന് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ഇനി മുതൽ ആരെയും കബളിപ്പിക്കില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു.